സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഹായ് അഖിലേന്ദു. ഓക്കെ, ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യടാ. എല്ലാവരും 4 ടെസ്റ്റ് കേസ് എഴുതിയായിരുന്നോ? അഖിലേന്ദു ആണ് ഷെയർ ചെയ്യുന്നത് അല്ലേ? അഖിലേന്ദു ചെയ്തിട്ടുണ്ട്. ഫൈൻ. ആൻഡ് അനഘ, അലീന, കൃഷ്ണകുമാർ എല്ലാവരും ചെയ്തായിരുന്നോടാ? ഞാൻ സെയിം ഫംഗ്ഷനിൽ തന്നെ ആഡ് ചെയ്തത്. സെയിം ഫംഗ്ഷനിൽ തന്നെയായിരുന്നു ആഡ് ചെയ്തത്. സെയിം ഫംഗ്ഷനിലല്ലടാ, ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആക്കണം അത്. ഓക്കെ. ഈ ഓരോ വട്ടം നമ്മൾ ഡ്രൈവറിനെ വിളിക്കുന്നതിന് പകരം ഒറ്റ വട്ടമായിട്ട് പറ്റൂലേ? എങ്ങനെയാടാ? മനസ്സിലായല്ല. ഇപ്പൊ ഞാൻ ഓരോ ഫംഗ്ഷനിലും ഓരോ വട്ടവും ഞാൻ വെബ്സൈറ്റ് കോൾ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യാതെ ഒരൊറ്റ വട്ടം എവിടെയെങ്കിലും ഇനിഷ്യലൈസ് എനിക്ക് വേണമെങ്കിൽ ചെയ്തിട്ട് ഫിക്സ്ചറിൽ തന്നെ വിളിക്കാം. confluence.py ഇല്ലേ? confluence.py തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് എഴുതാം. self.driver.get എന്നുള്ള ലൈൻ ഇല്ലേടാ? ട്രൈ ചെയ്തോളൂ വേണമെങ്കിൽ. confluence.py പോയിക്കോളൂ. എന്നിട്ട് driver.get_off എന്ന് പറഞ്ഞിട്ട് URL അവിടെ കൊടുത്തോളൂ. ബ്രാക്കറ്റ്സില് ആ URL കൊടുക്കൂ. ലോഗിൻ ഇനി അതില് ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം റിമൂവ് ചെയ്തേ, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കോളൂ. ഈ ഒരു എൻ്റെ ലൈൻ റിമൂവ് ചെയ്യുമ്പോൾ റൺ ആയിക്കോളൂ? യെസ്, ആ ഇൻവാലിഡ് യൂസർ ആൻഡ് PWD എക്സിക്യൂട്ട് ചെയ്തേ. വർക്കായല്ലേ? അങ്ങനെ ചെയ്യാം. അങ്ങനെ എല്ലാത്തിലും വേണേ റിമൂവ് ചെയ്യാം. എല്ലാവർക്കും വേണേ അങ്ങനെ ചെയ്യാം കേട്ടോ.
എല്ലായിടത്തും മറ്റേ അഗെയിൻ അപ്പൊ ഡ്രൈവർ സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഗെറ്റ് ഇവിടെ വിളിക്കേണ്ട ആവശ്യമില്ല. ബ്രൗസർ ഇൻസ്റ്റൻസ് നമ്മൾ ഫിക്സ്ചർ ക്രിയേറ്റ് ചെയ്യുന്നില്ലേടാ. എല്ലായിടത്തും റിമൂവ് ചെയ്തോളൂ അഖിലേന്ദു അത്. ഈ ഓക്കെ, നിങ്ങളിപ്പോ ഇവിടെ 4 ടെസ്റ്റ് കേസ് എഴുതി അല്ലേ? ഈ 4 ടെസ്റ്റ് കേസിലും സെൻഡ് അണ്ടർസ്കോർ കീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിയിട്ടുള്ളത് ഹാർഡ് കോഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാ, നിങ്ങൾ ഡയറക്ട്ലി വാല്യൂ കൊടുത്തിരിക്കുകയാണ് ഇവിടെ അല്ലേ? കറക്റ്റ് അല്ലേടാ ഞാൻ പറഞ്ഞത്? അതെ. അപ്പം ഇങ്ങനെ വരുമ്പോ നമ്മൾക്ക് ഒരു ക്ലയന്റിന്റെ പെർസ്പെക്റ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ കോഡിനെ നിങ്ങളൊരു പബ്ലിക് ആയിട്ടുള്ള റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യും, സോ ദാറ്റ് എല്ലാ എൻവയോൺമെന്റിലേക്കും കിട്ടാനായിട്ട് അല്ലേ? സോ നിങ്ങൾ ഈ കോഡിനെ ഡയറക്ട്ലി എന്ത് ചെയ്യാണ്, നിങ്ങൾ ഡയറക്ട്ലി നിങ്ങളുടെ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷനെ നിങ്ങൾ പബ്ലിക് ആക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനെ ഓൾമോസ്റ്റ് എന്താ പറയുക പബ്ലിക്കലി ആക്സസിബിൾ ആക്കുകയാണ് നിങ്ങളോട് ചെയ്യുന്നത്. ഇത് ഒരു കോഡ്, ഇപ്പൊ ഒരു കോഡ് അറിയാത്ത ഒരാളാണെങ്കിലും ശരി, നിങ്ങളുടെ റെപ്പോസിറ്ററിന്റെ ആക്സസ് കിട്ടിയാൽ ഈസി ആയിട്ട് മനസ്സിലാവും എന്താണ് യൂസർ നെയിം, എന്താണ് പാസ്വേഡ് അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ ഇതൊരു സെക്യൂരിറ്റി കൺസേൺ ആണ് ക്ലയന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ? അപ്പോ ആ ഒരു സെക്യൂരിറ്റി കൺസേണിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫ്രെയിം വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യും, ഡാറ്റ ഡ്രിവൺ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളുടെ ഡാറ്റയെ നമ്മൾ ഒരു ഫയലിൽ സേവ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, നമ്മുടെ ഡാറ്റയെ നമ്മളൊരു ഫയലിൽ സേവ് ചെയ്ത് വെക്കുന്നു. ആൻഡ് ആ ഫയലിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റയെ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഏതാണോ അതിനെ റിട്രീവ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ആസ് എ ക്ലയന്റ് ഞാൻ ഡാറ്റ സെക്യൂരിറ്റിന്റെ കാര്യത്തിൽ ഞാൻ അത്ര തന്നെ വറി ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഹാർഡ് കോഡിങ്ങിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിട്ട് എനിക്കത് മാറും. ശരിയല്ലേ? ശരിയല്ലേടാ? സോ അതിനു വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു എക്സൽ ഫയലാണ്. ഓക്കെ, നമ്മൾക്ക് എക്സൽ ഫയൽ ഓപ്പറേഷൻസ് ബേസിക് ആയിട്ടുള്ള പൈത്തൺ ലാംഗ്വേജ് വെച്ച് എഴുതാൻ വേണമെങ്കിൽ, അതർ ദാൻ ദാറ്റ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. ഓപ്പൺ ബൈ എക്സൽ എന്ന് പറയുന്ന ഒരു പ്ലഗിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എക്സൽ ഫയൽസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. പ്ലഗിന്റെ നെയിം ഞാൻ ചാറ്റിൽ ഇടുന്നുണ്ട്, ഓപ്പൺ ബൈ എക്സൽ. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, ഇത് നമ്മളിപ്പോ ടെസ്റ്റ് എന്ന് പറഞ്ഞ പാക്കേജ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതേപോലെ യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തേടാ. ആൻഡ് ശ്രദ്ധിക്കുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം പാക്കേജിന്റെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിലായിരിക്കണം. അഖിലേന്ദു ഇവിടെ ക്രിയേറ്റ് ചെയ്തതിൽ ടെസ്റ്റിന്റെ ടി ക്യാപിറ്റൽ ആണ്, അത് ചേഞ്ച് ചെയ്യണം കേട്ടോ. റീനെയിം ചെയ്യൂ, ടെസ്റ്റ്. ഇതുപോലെ അടുത്തൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തോളൂ, യൂട്ടിലിറ്റീസ്. ബേസിക്കലി നമ്മൾ യൂട്ടിലിറ്റീസ് പാക്കേജിൽ
ആഡ് ചെയ്യുന്നതെല്ലാം റീയൂസബിൾ കോഡായിരിക്കും. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, അതിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു എക്സൽ യൂട്ടിലിറ്റി. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് യൂട്ടിലിറ്റി ആണ് എക്സൽ യൂട്ടിലിറ്റി. പൈത്തൺ ഫയലാണോ? ഒരു പൈത്തൺ ഫയൽ .py ഫയൽ. ഡാറ്റ ഫില്ല് ചെയ്യണ്ട കേട്ടോ, ഞാൻ ചാറ്റിൽ തരുന്നുണ്ട്. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് യൂട്ടിലിറ്റിന്റെ ഡാറ്റ ഞാൻ തന്നിട്ടുണ്ട്, പ്ലേസ് ചെയ്യാൻ കൂടാ. അയ്യോ, ഓപ്പൺ പൈ എക്സലിന്റെ അവിടെ നിന്ന് കേഴ്സർ വെക്കടാ. മുകളില് ഇമ്പോർട്ടിന്റെ അവിടെ വെച്ചാൽ മതി. ഇമ്പോർട്ട് അവിടെ ഇൻസ്റ്റാൾ പാക്കേജ് ക്ലിക്ക് ചെയ്തോളൂ, ഇൻസ്റ്റാൾ പാക്കേജ് ക്ലിക്ക് ചെയ്തോളൂ. എറേഴ്സ് പോയോ? പോയി. ഞാൻ ഇവിടെ നമ്മൾ ചെയ്ത കോഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാമേ ഫസ്റ്റ്. അപ്പോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കൺസ്ട്രക്ടറിൽ ഒരു അഡീഷണൽ ഒരു പാരാമീറ്റർ കാണാം. എന്താണത്? ഫയൽ അണ്ടർസ്കോർ പാത്ത്. കണ്ടോടാ? ഇത് നമ്മളുടെ എക്സൽ ഫയലിന്റെ ലൊക്കേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സൽ ഫയലിന്റെ പാത്തിനെ അല്ലെങ്കിൽ എന്താണ് എക്സൽ ഫയലിന്റെ പാത്തിനെയാണ് ഫയൽ അണ്ടർസ്കോർ പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഓപ്പൺ പൈ എക്സൽ ഡോട്ട് ലോഡ് വർക്ക് ബുക്ക് ഓഫ്, അതായത് ഈ ഒരു സ്പെസിഫിക് ഫയൽ ലൊക്കേഷനിലുള്ള വർക്ക് ബുക്ക് ഏതാണോ അല്ലെങ്കിൽ ഏതാണോ ആ എക്സൽ ഷീറ്റ്, ആ എക്സൽ ഷീറ്റിനെ ലോഡ് ചെയ്യൂ. ഓക്കെ മാം, ഇവിടെ എന്താ ബ്രാക്കറ്റ്സിൽ വർക്ക് ബുക്ക് കൊടുക്കാഞ്ഞ? പറഞ്ഞുതരാം. നമ്മൾ ഈ ലോഡ് അണ്ടർസ്കോർ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, അതായത് നമ്മുടെ എക്സൽ ഷീറ്റിനെ ലോഡ് ചെയ്ത ശേഷം മാത്രമേ അതിലേക്ക് ഡാറ്റയെ ഫിൽ ആവുന്നുള്ളൂ അല്ലേ? അതായത് ലോഡ് ചെയ്യാനുള്ളവരെ നിങ്ങൾ ഓപ്പൺ ചെയ്യാനുള്ള കൺസെപ്റ്റിൽ ആലോചിക്കൂ. അതായത് ഒരു എക്സൽ ഫയലിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, സോ ഒരു എക്സൽ ഫയലിനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലല്ലേ നമുക്ക് അത് ആക്സസിബിൾ ആവുന്നുള്ളൂ. സോ വൺസ് ആക്സസിബിൾ ഞാൻ എന്ത് ചെയ്തു? വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് ഞാൻ അതിനെ അസൈൻ ചെയ്ത് വെക്കുന്നു. ക്ലിയർ ആണോടാ?
അതെ. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് ഞാൻ അതിനെ അസൈൻ ചെയ്തങ്ങ് വെച്ചു. ഇത് കൺസ്ട്രക്ടറിലായതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒറ്റ ഒരു വർക്ക് ബുക്ക് എന്ന് പറഞ്ഞ വേരിയബിളിനെ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഇനി അങ്ങോട്ടുള്ള എല്ലായിടത്തും വർക്ക് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും പോർഷൻസ് ഡൗട്ട് ഉണ്ടോ? ഈ ഫയൽ പാത്ത് നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ, അപ്പൊ എങ്ങനെയാ ഇത് ലോഡ് ആയത്? എന്താടാ? സാധാരണ ഒരു ഫയലിന്റെ പാത്ത് കൊടുക്കല്ലേ ചെയ്യാ? ആ ഇതിപ്പോ ഫയലിന്റെ നമ്മൾ പാത്താണ് നമ്മൾ ഇവിടെ ഇത് ഈ കൊടുക്കുന്നത്. യൂട്ടിലിറ്റി ക്ലാസ്സിൽ നമ്മൾ ഇനി യൂസ് ചെയ്യും. ഇത് അതിന്റെ കോർ കോഡാണ്. ഈ ഓക്കെ. കോർ കോഡിനെ നമ്മൾ ഇൻവോക്ക് ചെയ്യും ഇനി. മനസ്സിലായോ? ഇതിപ്പോ നമ്മളുടെ കോർ ആയിട്ടുള്ള കോഡാണ്. അതായത് യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞ പാക്കേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ എന്തിനാണ്? റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ കയ്യിലൊരു എൻ്റെ കയ്യിലൊരു 10ഓ 20ഓ കോഡുകൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫയലിനെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോഡിനെ ആക്സസ് ചെയ്യണമെന്ന് വിചാരിക്കാം. അതായത് എല്ലായിടത്തും ഞാൻ ഇനി അങ്ങോട്ടേക്ക് എത്ര ടെസ്റ്റ് കേസ് ചെയ്യുന്നോ എല്ലായിടത്തും എനിക്ക് കോമൺ ആയിട്ട് വേണ്ട കാര്യമാണ് ലോഗിൻ എന്ന് പറയുന്നത്, അല്ലേ? സോ അവിടെ എല്ലായിടത്തും പോയി ഞാൻ ഈ ലോജിക്ക് എഴുതുന്നതിന് പകരം ഞാൻ ഒരു സിംഗിൾ ഫയലിന്റെ അകത്ത് കൊണ്ടുവന്ന് എഴുതി എന്ന് മാത്രം. മനസ്സിലായോ? ആൻഡ് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു സിംഗിൾ ഫയലിന്റെ അകത്ത് നിന്ന് ഈ ഒരു സിംഗിൾ ഫയലിനെ എനിക്കിനി പല സ്ഥലത്തും കോൾ ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? നമ്മൾ എങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു ക്ലാസ്സിനെ നമ്മൾ പല സ്ഥലത്തും വന്ന് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എനിക്ക് ആ ഫംഗ്ഷനെ വിളിക്കാനായിട്ട് പറ്റും. ശരിയല്ലേ? ഈ ഫയൽ പാത്തിനപ്പൊ എന്തെങ്കിലും വാല്യൂ കിട്ടുന്നുണ്ടോ ഏതെങ്കിലും? യെസ്, കിട്ടുന്നുണ്ട്. അതിലേക്ക് വരാം. ഫയൽ പാത്തിലേക്കുള്ള വാല്യൂയിലേക്ക് വരാം കേട്ടോ. ഈ ലോജിക്ക് മനസ്സിലായോ? ലോഡ് അണ്ടർസ്കോർ വർക്ക് ബുക്കിന്റെ ലോജിക്ക് മനസ്സിലായായിരുന്നോ? ലോഡ് അണ്ടർസ്കോർ വർക്ക് ബുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായോ? ഈ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞ ടേം തന്നെ ഉപയോഗിക്കണോ എക്സൽ ആണെങ്കിൽ? അത് എന്ത് വേരിയബിളും കൊടുത്താൽ മതിയോ? ഏതിനാടാ? വർക്ക് ബുക്കിനോ? ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാം. ഞാൻ ഒന്ന് മീനിങ് ആവാൻ വേണ്ടി നമ്മൾ സെൽഫ് ഡോട്ട് വർക്ക് ബുക്ക് എന്ന് കൊടുക്കുന്നു മാത്രം. ഇപ്പൊ ഈ കോർ കോഡിനകത്ത് എവിടെയെങ്കിലും മാൻഡേറ്ററി ആയിട്ട് യൂസ് ചെയ്യേണ്ട വാക്കുകളുണ്ടോ? ഐ മീൻ ലോഡ് അണ്ടർസ്കോർ വർക്ക് ബുക്ക് അണ്ടർസ്റ്റുഡ് അല്ലാതെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ലോഡ് അണ്ടർസ്കോർ വർക്ക് ബുക്ക് എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. അതിന്റെ പേര് നമുക്ക് മാറ്റാൻ പറ്റില്ല. വേരിയബിൾ നെയിം ഇഷ്ടമുള്ളത് കൊടുക്കാം. ഫയൽ പാത്തും ഇഷ്ടമുള്ള വേരിയബിൾ നെയിം അല്ലേ? ഇഷ്ടമുള്ള വേരിയബിൾ നെയിം ആണ്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഫയൽ പാത്ത് എന്ന് കൊടുത്തു എന്ന് മാത്രം. ആൻഡ് ദെൻ ഗെറ്റ് സ്ട്രിംഗ് ഡാറ്റ. ആ ഫംഗ്ഷൻ ഏതൊക്കെ ആട്രിബ്യൂട്ട്സിന് എടുക്കുന്നുണ്ട്? റോ, കോളം ആൻഡ് ഷീറ്റ് നെയിം, 3 വാല്യൂസിനെ എടുക്കുന്നുണ്ട്, അല്ലേ? ഒരു എക്സൽ ഷീറ്റില് നമുക്ക് താഴെ ഷീറ്റ് നെയിം കാണാം, അല്ലെ? ഷീറ്റ് 1, ഷീറ്റ് 2 എന്ന് പറഞ്ഞിട്ട് കാണാം, അല്ലേ? ഷീറ്റ് 1, ഷീറ്റ് 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ താഴെ നമുക്ക് കാണാൻ പറ്റും, ഇല്ലേ? ആൻഡ് റോ കോളം എന്ന് വെച്ചാൽ നമ്മളൊരു എക്സൽ ഫയലിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒരു ഡാറ്റ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, അല്ലെങ്കിൽ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അങ്ങനെയല്ലേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക?
അല്ലേ? ഒരു എക്സൽ ഫയലിൽ നമ്മൾ എങ്ങനെയാ ഡാറ്റ റിട്രീവ് ചെയ്യുക? ബേസ്ഡ് ഓൺ ദ റോ നമ്പർ ആൻഡ് കോളം നമ്പർ അല്ലേ? അല്ലേടാ? അതെ. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് പറഞ്ഞു? സെൽഫ് ഡോട്ട് വർക്ക് ബുക്ക് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ നിങ്ങൾ എന്താണോ അവിടെ ലോഡ് വർക്ക് ബുക്കിന് എന്താണോ വേരിയബിൾ അസൈൻ ചെയ്തിരിക്കുന്നത് ആ വേരിയബിൾ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഷീറ്റ് നെയിം, അതായത് ഞാൻ ആദ്യം എന്ത് ചെയ്തു? വർക്ക് ഷീറ്റ് ലോഡ് ചെയ്തു, അല്ലെ വർക്ക് ബുക്ക് ലോഡ് ചെയ്തു. വർക്ക് ബുക്ക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ എക്സൽ ഫയൽ. വൺസ് എക്സൽ ഫയൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സ്പെസിഫിക് ഷീറ്റിലേക്ക് ഇനി പോയിന്റ് ഔട്ട് ചെയ്യണം, അല്ലേ? അല്ലേ? ഒരു ഷീറ്റിലേക്കല്ലേ നമുക്ക് പോയിന്റ് ചെയ്യേണ്ടത് ഒരു എക്സൽ ഫയലില്? സോ ടു പോയിന്റ് ഔട്ട് ദാറ്റ് നമ്മൾ എന്ത് കൊടുത്തു? എന്താണോ ഞാൻ എൻ്റെ ലോഡ് വർക്ക് ബുക്ക് സ്റ്റോർ ചെയ്ത വേരിയബിൾ നെയിം അത് സ്ക്വയർ ബ്രാക്കറ്റ്, അതിലേക്ക് എന്താ ഞാൻ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നത്? ഷീറ്റിന്റെ നെയിം. എനിക്ക് എന്താണോ ഷീറ്റിന്റെ നെയിം ആയിട്ട് പാരാമീറ്ററൈസ് ചെയ്ത് കിട്ടുന്നത് അതാണ് അവിടെ എനിക്ക് വാല്യൂ. ഓക്കെ, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത് വരെയുള്ള പോയിന്റ്സിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഇതൊന്നും കൂടെ പറയോ, ഷീറ്റിലേക്ക് എന്താ കിട്ടുന്നെന്ന്? ഷീറ്റിലേക്ക് കിട്ടുന്ന എന്താണെന്നാണ്. ഓക്കെ, അതായത് നമ്മുടെ എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ താഴെ ഷീറ്റ് 1 ഷീറ്റ് 2 എന്ന് വേണ്ടി കണ്ടിട്ടില്ലേടാ? ഉണ്ട്. അപ്പൊ നമ്മൾ ലോഡ് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ലോഡ് അണ്ടർസ്കോർ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വർക്ക് ബുക്കിനെ ലോഡ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ എക്സൽ ഷീറ്റിനെ ലോഡ് ചെയ്തു, അല്ലേ? കറക്റ്റ് അല്ലേ? അതെ. സോ വൺസ് വർക്ക് ബുക്ക് ഈസ് ലോഡഡ്, അല്ലെങ്കിൽ വൺസ് എക്സൽ ഷീറ്റ് ഈസ് ലോഡഡ്, ഇനി എനിക്ക് എന്താ വേണ്ടത്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഷീറ്റിലുള്ള വാല്യൂവിലേക്ക് എന്റെ ഫോക്കസ് വരണം. അതല്ലേ എനിക്കിനി ആവശ്യം? നിങ്ങളുടെ കയ്യിൽ ഒരു എക്സൽ ഷീറ്റ് വന്നു, ഓക്കെ, അതിൽ ലോഗിൻ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ടെന്ന് വിചാരിക്കൂ. എനിക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത എക്സൽ ഷീറ്റിൽ കുറേ ഷീറ്റ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ലോഗിൻ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷീറ്റ് ഉണ്ട്. ആ ലോഗിൻ ഷീറ്റ് എന്ന് പറയുന്ന ഷീറ്റിൽ നിന്നും, ഓക്കെ, ആ ലോഗിൻ ഷീറ്റ് എന്ന് പറയുന്ന ഷീറ്റിന് അതിൻ്റെ അകത്ത് നിന്ന് എനിക്കൊരു വാല്യൂവിനെ ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് അതിൽ അതിൻ്റെ അകത്ത് വാല്യൂ അതിൻ്റെ അകത്തുള്ളൊരു വാല്യൂ ഉണ്ടോ എനിക്ക് ചെക്ക് ചെയ്യണം. നിങ്ങൾ മാനുവലി പോയിട്ട് എന്ത് ചെയ്യും? ആദ്യം വർക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്യും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ലോഗിൻ ഷീറ്റ് എന്ന ഷീറ്റിൽ മാത്രം പോയി ചെക്ക് ചെയ്യും, അല്ലേ? അതല്ലേ നിങ്ങൾ ചെയ്യുക? അല്ലേടാ? ഓപ്പൺ PyExcel ഒന്നും കൂടെ പറയാവോ? ഓപ്പൺ PyExcel ആണ്. ഓപ്പൺ PyExcel എന്ന് പറയുന്നത് ഒരു മൊഡ്യൂൾ ആണ്, അല്ലെങ്കിൽ ഒരു പാക്കേജ് ആണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ബിൽറ്റ് ഇൻ പാക്കേജ് ആണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സൽ ഫയൽസിനെ എല്ലാം റീഡ് ചെയ്യാനായിട്ട് പറ്റും. എക്സൽ ഫയലിലേക്ക് റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, അങ്ങനത്തെ ഓപ്പറേഷൻസ് എല്ലാം ഈസിലി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓപ്പൺ PyExcel വഴി പറ്റും. ഓക്കെ, അപ്പോൾ ആ ഓപ്പൺ PyExcelലുള്ള ബിൽറ്റ് ഇൻ ആയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ലോഡ് അണ്ടർസ്കോർ വർക്ക് ബുക്ക്. ലോഡ് അണ്ടർസ്കോർ വർക്ക് ബുക്ക് എന്ത് ചെയ്യും? നമ്മുടെ എക്സൽ ഫയലിനെ എൻറ്റയർ ആയിട്ട് അങ്ങ് റീഡ് ചെയ്യും.
സെക്കൻഡ്ലി ഇവിടെ നമ്മളുടെ ലോഡ് വർക്ക് ബുക്കിന്റെ റിസൾട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഷീറ്റിന്റെ പേര് പാസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഷീറ്റിനെ ഏത് ഷീറ്റിലാണോ എനിക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് കിടക്കുന്നത് അതിലേക്ക് എന്റെ ഫോക്കസ് പോകും. ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോടാ? ആ രണ്ടാമത്തെ വരി ഒരു ഡൗട്ട് ഉണ്ട്. ഏതാ? സെക്കൻഡ് ലൈൻ ഫ്രം ഓപ്പൺ PyExcel ഇമ്പോർട്ട് ഗെറ്റ് കോളം അത് ഗെറ്റ് കോളം ആവശ്യമില്ല, അത് റിമൂവ് ചെയ്തോളൂ, നമുക്ക് ഇവിടെ ആവശ്യമില്ല. തെരഞ്ഞോക്ക്. മനസ്സിലായടാ? ഇപ്പൊ ക്ലിയർ ആയോ? ഇനി ഞാനൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ ഏതെങ്കിലും? കൃഷ്ണകുമാർ ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ചെയ്യണോ ഒന്നുകൂടി? അതല്ല, സെൽ ഡോട്ട് വാല്യൂ സെല്ലെന്ന് മാത്രല്ലേ ആവശ്യമുള്ളൂ? അതായത് സെൽ എന്ന് പറഞ്ഞാൽ ഒറ്റ വേരിയബിൾ പോരെന്നാണോ ചോദിക്കുന്നേ? അതെ. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുവാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ എക്സൽ ഷീറ്റ് ലോഡ് ചെയ്യണം. എക്സൽ ഷീറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? എക്സൽ ഫയലിൽ നിന്ന് നമ്മളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഷീറ്റിനെ ലോഡ് ചെയ്യണം. നമ്മള് ഷീറ്റ് ഈക്വൽ സെൽഫ് ഡോട്ട് വർക്ക് ബുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ ഷീറ്റ് അണ്ടർസ്കോർ നെയിം എന്ന് കൊടുക്കുന്നുണ്ട്. കണ്ടോ? ഓക്കെ, ഷീറ്റിന്റെ നെയിം കൊടുക്കുന്നു. ഷീറ്റിന്റെ നെയിം നമ്മൾ റിട്രീവ് ചെയ്തു. ഇപ്പോ കൃഷ്ണകുമാറിന്റെ അടുത്ത് ഞാൻ പറയാണ്, ഒരു എക്സൽ ഫയൽ തന്നിട്ട് ഞാൻ പറയാണ്, ഈ എക്സൽ ഫയലിൽ നിന്ന് എനിക്ക് ഒരു സ്പെസിഫിക് ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റിന്റെ അകത്ത് ഒരു സ്പെസിഫിക് റോയിനെയും കോളത്തിനാണ് എനിക്ക് ആവശ്യം. ഞാൻ അങ്ങനെയല്ലേ കൃഷ്ണകുമാറിനോട് ഒരു ഇൻപുട്ട് തരിക? അല്ലാതെ ഞാൻ ജസ്റ്റ് ഒരു എക്സൽ ഫയൽ തന്നിട്ട് കൃഷ്ണകുമാറിനോട് ഞാൻ പറയുന്നത് ഇതിന്റെ അകത്ത് നിന്ന് ഞാൻ പറയുന്ന ഡാറ്റയെ കണ്ടുപിടിച്ചോളൂ എന്ന് പറയുന്നതാണോ അതോ ഇതാണോ ഈസി? ഇതാണ് ഈസി. ബട്ട് ആ ഡോട്ട് വാല്യൂ എങ്ങനെ റിട്ടേൺ ചെയ്യാന്നാണ് ഡൗട്ട്. ഡോട്ട് വാല്യൂ മീൻസ് അതങ്ങനെ റിട്ടേൺ പോകുന്ന? ഏത് റിട്ടേൺ ആടാ? റിട്ടേൺ str ഓഫ് സെൽ ഡോട്ട് വാല്യൂ ആണോ? അതെ. അതിലേക്ക് എത്തുന്നേ ഉള്ളൂ നമ്മള്, കേട്ടോ. ഞാൻ ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ജസ്റ്റ് 1 സെക്കൻഡ്.
ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഷീറ്റ് ഡോട്ട് സെൽ ഓഫ് റോ ഈക്വൽസ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള റോയുടെ വാല്യൂ, കോളം ഈക്വൽസ് COL അല്ലേ? അപ്പോ നമ്മൾ ഞാൻ നിങ്ങളോട് നേരത്തെ ചോദിച്ചതുപോലെ നിങ്ങൾ ഷീറ്റിനെ ആക്സസ് ചെയ്തു. ഇങ്ങനെ ഷീറ്റിൽ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് റോ സ്പെസിഫിക് കോളത്തിലുള്ള ഡാറ്റയല്ലേ നിങ്ങൾ റിട്രീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഒരു സ്പെസിഫിക് റോ കോളം സ്പെസിഫൈ ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് എക്സൽ ഫയലിൽ ഒരു ഡാറ്റയെ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ, ശരിയല്ലേ? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അല്ലെങ്കിൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. മിസ് അവിടെ ന്യൂമറിക്കൽ വാല്യൂ ആണ് കൊടുക്കുന്നത്, എക്സലിലുള്ള കണക്ക് റോയ്ക്ക് ന്യൂമറിക്കും കോളത്തിന് ആൽഫബറ്റിക്കലും അങ്ങനെയാണോ കൊടുക്കുന്നത്? അതെ അതെ അതെ, അതായത് റോയുടെയും കോളത്തിന്റെയും വാല്യൂസ് ആണ് നമ്മൾ നമ്മുടെ മുകളിൽ പാരാമീറ്റർ ആയിട്ട് വാങ്ങുന്നത്. റോ COL എന്ന് പറഞ്ഞിട്ടുണ്ട് വാല്യൂസ്, കണ്ടോ? റോ COL ഷീറ്റ് നെയിം 3 വാല്യൂസ് അല്ലേ നമ്മൾ പാസ് ചെയ്യുന്നത്? അല്ലേടാ? അതെ. അപ്പോ നമ്മൾ ബേസ്ഡ് നമ്മൾ ഏത് റോ ഏത് റോ കോളം കോമ്പിനേഷനിലെ ഡാറ്റ വേണം എനിക്ക് റിട്രീവ് ചെയ്യാൻ എന്നുള്ളതിനെ ഗെറ്റ് ചെയ്യാനായിട്ട് ഷീറ്റ് ഡോട്ട് സെൽ, അതായത് വർക്ക് ബുക്കിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത വർക്ക് ഷീറ്റ് ഏതാണോ ആ ഷീറ്റിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് സെൽ ഓഫ് എന്ന് വിളിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റയെ ഇൻപുട്ട് ആയിട്ട് നമുക്ക് കിട്ടും. മനസ്സിലായടാ? നമ്മുടെ സെല്ലിന്റെ വാല്യൂ ആണോ എടുക്കുന്നത് അതോ സെല്ലിന്റെ പൊസിഷൻ ആണോ എടുക്കുന്നത്? സെല്ലിന്റെ വാല്യൂ. സെല്ലിന്റെ വാല്യൂ ആണ് നമ്മൾ റിട്രീവ് ചെയ്യുന്നത്. ആൻഡ് റിട്ടേൺ str ഓഫ് സെൽ ഡോട്ട് വാല്യൂ. അതായത് str ഓഫ് എന്ന് പറയുമ്പോൾ എന്താവും? നമ്മൾ സ്ട്രിംഗ് എന്നൊരു ഡാറ്റ ടൈപ്പ് പഠിച്ച് ഓർക്കുന്നുണ്ടോ? അവിടെ പോയി ഇരിക്കാമോ? ഈ എക്സൽ യൂട്ടിലിറ്റി ഞാൻ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? മരുന്ന് ക്രീമാ പരക്കുന്ന കയ്യിൽ പറ്റുക കൈന്റെ വില സമാധാനം. ഓക്കെ, ഒരു കാര്യം, എക്സൽ യൂട്ടിലിറ്റീസ് അല്ല കേട്ടോ അഖിലേന്ദു, എക്സൽ യൂട്ടിലിറ്റിന്നേ ഉള്ളൂ. റീഫാക്ടർ ചെയ്യും. ഞാനിപ്പോ ഈ പറഞ്ഞ യൂട്ടിലിറ്റിന്റെ കാര്യത്തിൽ ഇനി ഡൗട്ട് ഉണ്ടോ? അതായത് യൂട്ടിലിറ്റിയിൽ ഞാൻ പറഞ്ഞ ഈ 3 ഫങ്ഷൻസ്, ലോഡ് അണ്ടർസ്കോർ വർക്ക് ബുക്ക് ഡോട്ട് സെല്ല് പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഷീറ്റ് നെയിം പാസ് ചെയ്യുന്നത്, ഈ 3 കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോടാ?
അല്ല അപ്പം ഇത് യൂസ് ചെയ്ത് 1 by 1 ആയിട്ടല്ലേ സെൽഫ് ആക്സസ് ചെയ്യാൻ അതെ, പറ്റത്തുള്ളൂ? 1 by 1 ആണ് ആക്സസ് ചെയ്യുക. അതെ അതെ, ഒരു എക്സൽ ഫയലിൽ നിന്ന് 1 by 1 ആണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ബേസ്ഡ് ഓൺ ദ റോ ആൻഡ് കോളം. ആൻഡ് ആ റോ ആൻഡ് കോളം സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ൽ നിന്നായിരിക്കും. അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആണെങ്കിൽ റോയുടെയും കോളത്തിന്റെയും വാല്യൂ വരുന്നത് 1,1 എന്നായിരിക്കും. ഓക്കെ, മനസ്സിലായടാ? ഈച്ച് ആണ് റിസീവ് ചെയ്യുക, അതായത് ഒരു വാല്യൂവിന് അറ്റ് എ ടൈം റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ടെസ്റ്റിലേക്ക് വരിക. വരാം. ഞാൻ വരാം, അച്ചമ്മ വരാം. വേണ്ട, ഇതാണ് അവസ്ഥ. ഇനി നമ്മളുടെ യൂസർ നെയിം ഈക്വൽസ് എന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റത്തെ ലൊക്കേറ്റർ ക്രിയേറ്റ് ചെയ്യുന്നില്ലേടാ? നമ്മുടെ ആ ലൊക്കേറ്ററിന് മുൻപായിട്ട് കഴ്സർ വെച്ചോളൂ. അതായത് നമ്മുടെ സെൽഫ് ഡോട്ട് ഡ്രൈവർ ഈക്വൽസ് ബ്രൗസർ ഇൻസ്റ്റൻസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിൽ അവിടെയല്ലടാ, സെൽഫ് ഡോട്ട് ഡ്രൈവർ ഈക്വൽസ് ബ്രൗസർ ഇൻസ്റ്റൻസ് കഴിഞ്ഞിട്ട്. കറക്റ്റ്, അവിടെ തന്നെ. ഇനി ഇവിടെ ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ എക്സൽ യൂട്ടിലിറ്റിക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേ. നിങ്ങളുടെ എല്ലാം മെയിൽ ഐ ഡി എനിക്കൊന്ന് ചാറ്റിൽ ഇട്ട് തരുവാടാ. കൃഷ്ണകുമാർ, അനഘ, അലീന എല്ലാവരും ഒന്ന് മെയിൽ ഐ ഡി ഒന്ന് ചാറ്റിൽ ഇട്ട് തരണേടാ. ഓ, 1 സെക്കൻഡ് എടാ, ഞാൻ മെയിലിൽ സെൻഡ് ചെയ്യുവാണേ. ഓക്കെ, ഞാൻ എല്ലാവരുടെ മെയിൽ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ടെസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞൊരു ഫയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് റിസീവ് ചെയ്തോന്ന്.
ഓക്കെ, ഇവിടം വരെ ഉള്ള ഡൗട്ട്സ്, ഇവിടം വരെ നമ്മൾ ചെയ്തായിരുന്നു? എല്ലാവരും എത്തിയായിരുന്നോ? എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് കിട്ടിയോ? എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് കിട്ടിയില്ലേടാ? ആയി. ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലൊക്കേഷനിൽ സേവ് ചെയ്ത് വെക്കാമോ? നിങ്ങൾക്ക് ഡൗൺലോഡ്സിൽ ഇപ്പൊ കിടക്കുന്നത് കുഴപ്പമുണ്ടോ? ഡൗൺലോഡ്സ് ആണെങ്കിലും കുഴപ്പമില്ല, ഡൗൺലോഡ്സിന്റെ പാത്ത് എടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. വേറെ ഇറ്റ് ഈസ് അത് ഓക്കെയാണ്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിന്റെ പ്രോപ്പർട്ടീസ് എടുക്കുക, ഷോ മോർ ഓപ്ഷൻസ് കൊടുക്കുക, പ്രോപ്പർട്ടീസ് എടുക്കുക, സി യൂസേഴ്സ്, യെസ്, നിങ്ങളുടെ പാത്ത് ഏതാണോ, ഡൗൺലോഡ്സിന്റെ പാത്ത് ഏതാണോ ആ പാത്ത് എടുക്കുക. ആ പാത്തില് ഇനി test_login.py വരാം. ഇനി ആദ്യം എക്സൽ യൂട്ടിലിറ്റിക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേടാ എല്ലാവരും. അവിടെയല്ല, എക്സൽ യൂട്ടിലിറ്റിക്ക് test_login വന്നിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. മോളില് അവിടെയല്ല, ബാക്ക് അടിക്കൂ. സെൽഫ് ഡ്രൈവർ കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ ആയിട്ട് അതേ ഇൻഡന്റേഷനിൽ കൊടുക്കും. OBJ എന്ന് കൊടുക്കരുത്, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം കൊടുക്കുക, അതായത് എക്സൽ യൂട്ടിലിറ്റിയും തന്നെ കൊടുത്തോളൂ. എക്സൽ യൂട്ടിലിറ്റിന്റെ ഈ ക്യാപ്സ് കൊടുത്തേടാ. ക്ലാസിന്റെ നെയിം അല്ലേ നമ്മൾ കൊടുക്കുന്നത്? ക്ലാസിന്റെ നെയിമിൽ ഇയും യുവും ക്യാപിറ്റൽ ആണ്. അല്ലല്ല, അവിടെ കറക്റ്റാ, എക്സൽ യൂട്ടിലിറ്റി അവിടെ കൊടുത്ത കറക്റ്റാ. ഇവിടുത്തെ എക്സൽ യൂട്ടിലിറ്റിന്റെ വേരിയബിൾ നെയിമിന്റെ സ്മോൾ ആക്കിക്കേ. ബ്രാക്കറ്റ്സില് ഡബിൾ കോഡ്സിൽ ഈ വാല്യൂ അങ്ങ് പാസ് ചെയ്തോളൂ. അതല്ല, നമ്മളുടെ പാത്ത് ഡൗൺലോഡ്സ് അതിന് സ്ലാഷ് ഇടൂ. നിങ്ങളിപ്പോ കോപ്പി ചെയ്ത പാത്ത് /testdata.xls ആ ഫോർമാറ്റ് കൊടുക്കടാ. ടെസ്റ്റ് ഡേറ്റ നമ്മുടെ ഫയലിന്റെ പേര്. ആ ഫോർമാറ്റ് മാറരുത്, XLSX ആണെങ്കിൽ XLSX കൊടുക്കണം അവിടെ. ഇനി ആ സിംഗിൾ സ്ലാഷ് ഉള്ള എല്ലാം ഡബിൾ സ്ലാഷ് ആക്കി കൊടുത്തേടാ. എക്സൽ യൂട്ടിലിറ്റി ഒന്ന് ഇമ്പോർട്ട് ചെയ്തേടാ. ഏതാ ഇമ്പോർട്ട് ചെയ്യണ്ടേ? ഫസ്റ്റ് വൺ. മാം ഈ മാക്കിലെ ലൊക്കേഷൻ പാത്ത് എങ്ങനെയാ കോപ്പി ചെയ്യുന്നത്? ഷെയർ ചെയ്യാനൊക്കെ
കാണുന്നുണ്ടോ? എനിക്ക് കുറച്ച് ബ്ലർഡ് ആടാ, ഞാൻ നോക്കട്ടെ. ആ, റൈറ്റ് ക്ലിക്ക് ചെയ്തേ. ഗെറ്റ് ഇൻഫോ. അതില് മോർ ഇൻഫോ, താഴെ മോർ ഇൻഫോടാ. അതല്ല, വേർഡ് ഫ്രം അല്ല. നോക്കട്ടെ, മാക്കിൽ എങ്ങനെ എടുക്കാൻ ഞാൻ ചെക്ക് ചെയ്യട്ടെ. എടാ ഫൈൻഡർ എടുക്കടാ. ഇത് ഫൈൻഡർ ആണ്. ഫൈൻഡർ ഓപ്പൺ ചെയ്ത് അതിന്റെ ഫൈൻഡറില് ഡൗൺലോഡ്സ് അതില് റൈറ്റ് ക്ലിക്ക് ചെയ്യടാ. എന്തില്? ഈ ഫയലിലോ? ഫയലില് റൈറ്റ് ക്ലിക്ക് ചെയ്യ. അതില് ഓട്ടോ വിൻ ഗെറ്റ് ഇൻഫോ. ആ മുകളിലെ പാത്ത്, ഡൗൺലോഡ്സിന്റെ പാത്ത് എടുക്കാൻ വേറെ വഴിയൊന്നുമില്ല. അറിഞ്ഞൂടാ. അതില് ആ ഗെറ്റ് ഇൻഫോ തന്നെ എടുത്തേടാ. അതില് വേറെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാണ് പാത്ത്. അത് ജസ്റ്റ് കൊടുത്തേടാ. ഒന്ന് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. പേസ്റ്റ് ചെയ്യൂ നോട്ട് പാഡിൽ എവിടേക്കെങ്കിലും. Downloads /testdata.xlsx. ഇത് കറക്റ്റ് ആണോ? ഇവിടെ മാക്കിൻതോഷ് HP എന്ന് കാണിക്കുന്നു. എവിടെ? അത് സാരില്ല. ഓക്കെ, ഇത് ഇതിനകത്ത് പേസ്റ്റ് ചെയ്യണം. അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യൂ. സ്ലാഷ് കൊടുത്ത് പേസ്റ്റ് ചെയ്യൂ. എക്സൽ യൂട്ടിലിറ്റി ഇമ്പോർട്ട് ചെയ്തേടാ. ഓക്കെ, ഇനി താഴെ ടൈപ്പ് ചെയ്യുക. അത് രണ്ടും റിമൂവ് ചെയ്യൂ. ഇനി എന്നെ താഴെ ടൈപ്പ് ചെയ്യൂ. എക്സൽ യൂട്ടിലിറ്റി ഈക്വൽസ് താഴെ ടൈപ്പ് ചെയ്യടാ.
ടൈപ്പ് ചെയ്യൂ. ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. യൂസർ നെയിം വാല്യൂ ഈക്വൽസ് എക്സൽ യൂട്ടിലിറ്റി ഡോട്ട്, എല്ലാവരും ടൈപ്പ് ചെയ്യൂ കേട്ടോ. ഗെറ്റ് സ്ട്രിംഗ് ഡാറ്റ എനിക്കിവിടെ, നിങ്ങൾക്ക് അതൊന്ന് എക്സൽ ഷീറ്റ് ഒന്ന് നോക്കിക്കേ. ഇതിൽ എനിക്ക് വേണ്ടത് അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റയാണ് ഫസ്റ്റ്. ഓക്കെ, 2A എന്ന് പറഞ്ഞ ഫയലിലെ ഡാറ്റയാണ് എനിക്ക് ആവശ്യം. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പൊ ഞാൻ എന്തായിരിക്കും റോ ആൻഡ് കോളം പാസ് ചെയ്യേണ്ടി വരിക? ആലോചിച്ച് നോക്കിക്കേ, റോയും കോളവും ഞാൻ എന്തായിരിക്കും പാസ് ചെയ്യേണ്ടി വരിക? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ പൈ എക്സലില് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആണെങ്കിൽ 1,1, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ആണെങ്കിൽ 1,2, അങ്ങനെയായിരിക്കും പാസ് ചെയ്യുന്നത്. എനിക്കിവിടെ 2A എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എന്തായിരിക്കും ഞാൻ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യേണ്ടി വരിക? 2,1. കറക്റ്റ്. പൈച്ചാമിലേക്ക് വരൂ. അടുത്തൊരു പാരാമീറ്ററിനെ കൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഗെറ്റ് സ്ട്രിംഗ് ഡാറ്റ. അതെന്തിനെയാണ്? ഷീറ്റ് നെയിം. ഇവിടെ നമ്മുടെ ഷീറ്റ് നെയിം എന്താണ്? ടെസ്റ്റ് ഡാറ്റ ആണോ? ലോഗിൻ പേജ്. ആ ലോഗിൻ പേജ് എന്നുള്ളത് ഡബിൾ കോട്ട്സിൽ കൊടുത്തോളൂ അടുത്ത പാരാമീറ്റർ ആയിട്ട്. ഡബിൾ കോട്ട്സിൽ. അതെ. ഇതേപോലെ പാസ്വേഡിനും റിട്രീവ് ചെയ്യാം നമുക്ക്. അത് 2B ആണ് എനിക്ക് വേണ്ടത്. സോറി, 2B. കറക്റ്റ്, 2B ആണ് വേണ്ടത്. ഞാൻ എന്തായിരിക്കും പാസ് ചെയ്യുന്നത് റോയും കോളവും? കൃഷ്ണകുമാർ പറഞ്ഞേടാ. 2 കറക്റ്റ്. അപ്പൊ പാസ്വേഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഈക്വൽസ് പറഞ്ഞ് എക്സൽ യൂട്ടിലിറ്റി ഡോട്ട് to double quotes login page. ഇനി ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ അഡ്മിൻ എന്ന് പറഞ്ഞ വാല്യൂസ് രണ്ട് വേരിയബിൾസിലായിട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? യൂസർ നെയിം വാല്യൂ, പാസ്വേഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ട്. ഇനി ചെയ്യേണ്ടത് നിങ്ങൾ സെൻ കീസിൽ ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്ത അഡ്മിന് പകരം യൂസർ നെയിമിന്റെ സെൻ കീസിൽ യൂസർ നെയിം വാല്യൂവും പാസ്വേഡിന്റെ സെൻ കീസിൽ പാസ്വേഡ് വാല്യൂവും പാസ് ചെയ്യാം. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ ഈ ഫയല് മാത്രം. ലോഗിൻ ആയല്ലോ, ആർക്കും ഇഷ്യൂസ് ഇല്ലല്ലോ? അഖിലേന്ദു, കൃഷ്ണകുമാർ, അലീന, ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല. ഓക്കെ.
എക്സിക്യൂട്ട് ആയില്ലേ? പാസ് ആയില്ലേ എല്ലാവർക്കും? അപ്പൊ ഇനി നിങ്ങൾക്ക് നാളേക്ക് ചെയ്യാനായിട്ട് ഒരു 2 വർക്ക് ഉണ്ട്. ആദ്യത്തെ വർക്ക് എന്ന് വെച്ചാൽ ആ എക്സൽ ഷീറ്റിൽ ഇൻവാലിഡ് യൂസർ നെയിം ആൻഡ് വാലിഡ് പാസ്വേഡ്, അതുപോലെ വാലിഡ് യൂസർ നെയിം ആൻഡ് ഇൻവാലിഡ് പാസ്വേഡ്, ദെൻ ബോത്ത് ഇൻവാലിഡ്, അത്രയും ടെസ്റ്റ് കേസസ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. അഡ്മിൻ പാസ്വേഡ് എന്ന് പറയുന്നത് വാലിഡ് യൂസർ നെയിം, ഇൻവാലിഡ് പാസ്വേഡ് ആണ്. നെക്സ്റ്റ് യൂസർ 1 അഡ്മിൻ എന്ന് പറയുന്ന കോമ്പിനേഷൻ ഇൻവാലിഡ് യൂസർ നെയിം വാലിഡ് പാസ്വേഡിൻ്റെതാണ്. നെക്സ്റ്റ് വൺ ബോത്ത് ആർ ഇൻവാലിഡ്. ഓക്കെ, നമ്മളിപ്പോ എക്സൽ യൂട്ടിലിറ്റിക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോ റോയും കോളൊക്കെ റിട്രീവ് ചെയ്തില്ലേ? റോയും കോളവും വെച്ച് നമ്മൾ ഡാറ്റയെ റിട്രീവ് ചെയ്തു. ആൻഡ് നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്ത വാല്യൂസിന് പകരം യൂസർ നെയിം അണ്ടർസ്കോർ വാല്യൂ, പാസ്വേഡ് അണ്ടർസ്കോർ വാല്യൂ എന്ന് കൊടുത്തു അല്ലേ? ഇതേപോലെ നമ്മുടെ ബാക്കി 3 ടെസ്റ്റ് കേസിലും ചെയ്യണം. ഓക്കെ, ക്ലിയർ? ഓക്കെ. ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് കേസും കൂടെ എഴുതണം. ടെസ്റ്റ് കേസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടെ നമ്മുടെ URL-ലേക്ക് പോയിക്കേ. ലോഗിൻ ചെയ്യുക. വാലിഡ് ആയിട്ടുള്ള യൂസർ ID പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തു. സേവ് ചെയ്യണ്ട. ഇവിടെ അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കൺ ഇല്ലേടാ, റൈറ്റ് ഹാൻഡ് സൈഡില് അഡ്മിൻ എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, ലോഗ് ഔട്ട് ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് കേസ് ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? ഈ ഫയലിനകത്ത് തന്നെയാണോ? അല്ല, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. test_home എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് വേണം എഴുതാനായിട്ട്. ശ്രദ്ധിക്കുക, ടെസ്റ്റിന്റെ T സ്മോൾ കൊടുക്കുക കേട്ടോ. എല്ലാം ക്യാപ്സ് ആയിടാം. test_home എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ഒരു ടെസ്റ്റ് കേസ് എഴുതുക. ഓക്കെ, നമ്മൾ ടെസ്റ്റ് ലോഗിന് എഴുതുപോലെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം നാളേക്ക്. ഓക്കെ, എനിക്ക് പ്ലേ ബട്ടൺ വന്നില്ല. പ്ലേ ബട്ടൺ വരുന്നില്ലേ? സ്ക്രീൻ ഷെയർ ചെയ്യാം. excel_ ലോഗിനോ? അത് excel_ ലോഗിൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണ്ട. A_B_ എന്ന് കൊടുക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് കിട്ടാത്തത്. test_ എന്നേ സ്റ്റാർട്ട് ചെയ്യാവൂ. റീനെയിം ചെയ്യൂ അതിനെ. നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ പോയ നെയിമിംഗ് കൺവെൻഷൻ അല്ലേ അത്. test_ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം നമ്മളുടെ ടെസ്റ്റ് ഫയലിന്റെ പേര്. അത് മാൻഡേറ്ററി ആണ്. നീ ലോഗിൻ ടെസ്റ്റ് എടുക്കൂ. യൂസിങ് എക്സൽ ഒന്നും വേണ്ട, യൂസിങ്_excel ഒന്നും കൊടുക്കണ്ട. നമ്മളുടെ test_ ലോഗിൻ ഇല്ലേ, അതേ ലോഗിനിൽ തന്നെ ചെയ്താൽ മതി. ഡിഫറെന്റ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേ ഫയലിൽ തന്നെ ചെയ്താൽ മതി. അത് മനസ്സിലായോ? മനസ്സിലാവാൻ വേണ്ടിട്ട് നമ്മളെ ഇൻപുട്ട് കൊടുത്ത് ചെയ്യുന്നു, ഇതിലല്ലാതെ അല്ലല്ല, അങ്ങനെ ചെയ്യണ്ട. നമ്മുടെ ഉള്ള കോഡ് നമ്മൾ ഇംപ്രൂവൈസ് ചെയ്ത് പോയാൽ മതി കേട്ടോ.
ചെയ്യരുത്, ബിക്കോസ് നിങ്ങൾ ഈ പ്രൊജക്റ്റ് ആണ് പ്രസന്റ് ചെയ്യുക. സോ ആ സമയത്ത് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കാണിക്കാൻ പാടില്ല. ഓക്കെ, ഇതേ ഫയലിൽ തന്നെ ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ എന്ന് പറഞ്ഞാൽ ഇതേ ഫയലിൽ തന്നെ എഴുതാനേ പാടുള്ളൂ. വേറെ ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതേപോലെ നമ്മുടെ 3 ടെസ്റ്റ് കേസസും ഇവിടെ ടോട്ടലി 4 ടെസ്റ്റ് കേസസ് ഇവിടെ പ്രസന്റ് ആയിരിക്കണം. 4 ടെസ്റ്റ് കേസിനും ഇതേപോലെ തന്നെ എഴുതണം. ഓക്കെ, ട്രൈ ചെയ്യൂ, കിട്ടുന്നില്ലെങ്കിൽ നാളെ പറഞ്ഞുതരാം. ഓക്കെ കൃഷ്ണകുമാർ? ഓക്കെ. ശരി, താങ്ക് യു ഗൈസ്. ഇനി ആർക്കും ഇഷ്യൂസ് ഇല്ലല്ലോടാ? വൈൻഡപ്പ് ചെയ്യുവാണേ. Okay. Thank you. Okay, thank you. Bye. താങ്ക് യു. Bye.